ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഫെബ്രുവരി മാസത്തെ ഫലമാണ് ഇവിടെ പറയുന്നത്. ഫെബ്രുവരി മാസത്തിൽ ചിങ്ങക്കൂറുകാർക്കുള്ള ഫലമാണ് പറയുന്നത്. ചിങ്ങക്കൂറ് എന്ന് പറയുമ്പോൾ ഉത്തരത്തിൻ്റെ ആദ്യത്തെ മകം പൂരം ഉത്തരത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗവും, അതായത് മകം പൂരം ഉത്തരത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം കൂടി ചേരുന്ന ചിങ്ങക്കൂറുകാർക്കുള്ള ഫലമാണ് പറയുന്നത്. ചിങ്ങക്കൂറുകാർക്ക് 2-ൽ കേതു, 6-ൽ സൂര്യനും ബുധനും, 7-ൽ ശനി, 8-ൽ രാഹു, അതുപോലെ ശുക്രൻ അനുകൂല സ്ഥിതിയാണ്. അതുപോലെ 10-ാം ഭാവത്തിൽ വ്യാഴവും 11-ൽ ചൊവ്വയുമാണ് നിൽക്കുന്നത്. അത് കാരണം കൊണ്ട് തന്നെ ഈ സൂര്യചാരവസം ചിന്തിക്കുകയാണെങ്കിൽ ഈ മാസം ഫെബ്രുവരി മാസം വളരെ ഗുണകരമായിട്ടുള്ള ഒരു മാസമാണ് ചിങ്ങക്കൂറുകാർക്കുള്ളത്. കണ്ടകശനിയുണ്ട്, കണ്ടക വ്യാഴമുണ്ട്, എല്ലാം ഉണ്ട്. എന്നിരുന്നാലും കുറച്ചൊരു ഗുണാധിക്യം വരുന്ന ഒരു മാസമായിട്ടാണ് ഈ മാസത്തെ കണക്കാക്കുന്നത് എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ ഗുണാനുഭവങ്ങൾ ഒന്നൊന്നായി വന്നു വീഴുവാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട് എന്നും പറയാനുണ്ട്. അതുപോലെ പലവിധ നേട്ടങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. അതിൽ കൂടുതലായിട്ടും ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള ആനുകൂല്യങ്ങളെല്ലാം കിട്ടുവാനുള്ള സാധ്യത, അതുപോലെ തന്നെ തൊഴിലവസരങ്ങൾ കൂടി വരുവാനുള്ള സാധ്യത, ഉദ്ദിഷ്ട കാര്യങ്ങൾ വളരെ വ്യാകുലമായി നടന്നിട്ടില്ലെങ്കിലും ചെറിയ തോതിൽ നടക്കുവാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. അതുപോലെ തടസ്സങ്ങളെല്ലാം നീങ്ങി വരുവാനുള്ള സാധ്യതയും ഉണ്ട് എന്നാണ് പറയുന്നത്. ഭൂമി സംബന്ധമായിട്ട് കൈകാര്യം ചെയ്യുന്ന ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യം, ഭൂമി സംബന്ധം എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ പെടുന്ന എല്ലാവിധ കാര്യങ്ങളും ഉൾപ്പെടും എന്നാണ് പറയുന്നത്. അതുപോലെ ഭൂമി സംബന്ധമായിട്ടുള്ള എല്ലാവിധ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരും, മണ്ണ് ഉൾപ്പെടെ ഉള്ള പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരും വളരെ ഗുണാനുകരമായിട്ടുള്ള ഒരു മാസമായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. അതുപോലെ റിയൽ എസ്റ്റേറ്റ് സംബന്ധമായിട്ടുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും കൺസ്ട്രക്ഷൻ സംബന്ധമായിട്ടുള്ള ഏർപ്പെട്ടിരിക്കുന്നവർക്കും ഗുണാനുഭവങ്ങൾ കൂടുതലായിട്ട് കാണുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മണ്ണ് കൊണ്ട് ജീവിക്കുന്നവർ, ഹോളോബിൾസ്, അതുപോലെ തന്നെയുള്ള പലവിധ മേന്മയിൽപ്പെട്ടിരിക്കുന്ന കെട്ടിട നിർമ്മാണം അങ്ങനെ ഉൾപ്പെട്ട കാര്യങ്ങളിലെല്ലാവർക്കും ഗുണമേന്മയുള്ള ഒരു മാസമായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ സേനാധിപത്യം വഹിക്കുന്നവർക്കെല്ലാം ഉയർച്ചയുള്ള ഒരു മാസമായിട്ടും കണക്കാക്കാം ഈ മാസത്തെ. അതായത് മിലിറ്ററി തൊട്ട് പോലീസ് വകുപ്പ് തൊട്ട് ഉന്നത ഉദ്യോഗസ്ഥന്മാർ, യൂണിഫോം വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും എന്ന് പറയാം. യൂണിഫോം വർക്ക് എന്ന് പറയുമ്പോൾ ഡ്രൈവർമാർക്കും ഉൾപ്പെടെ വരും. അതുപോലെ തന്നെ വാഹന സംബന്ധമായിട്ടുള്ള ഇവർക്കും ആ യൂണിഫോം സംബന്ധമായിട്ടുള്ള ഇത് വരുന്നുണ്ട്. അതുപോലെ തന്നെ അങ്ങനെയുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് കൂടുതലായിട്ടുള്ള ഉചിതമായിട്ടുള്ള ഫലങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്. ബുദ്ധിപൂർവമായിട്ടുള്ള കുറേ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൽ മിടുക്ക് കാണിക്കുവാനുള്ള സാധ്യതയും ഉണ്ട് താനും. അതുപോലെ പലവിധ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക്, ധനസംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് കുറച്ചൊരു ആയവായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും കുറച്ചൊരു വ്യയം നഷ്ടം കൂടാതെ ആയം വരുവാനുള്ള സാധ്യത, അതായത് സമ്പത്ത് വരുവാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. കർമ്മ മേഖല പുരോഗതിക്ക് പോകുവാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കും. പലവിധ മേഖലയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നവർക്കെല്ലാം കുറേയേറെ ഗുണാനുഭവങ്ങളുണ്ടാവും. മന്ദതയിൽ പോയിക്കൊണ്ടിരിക്കുന്ന കുറേയേറെ ബിസിനസ്സുകളും അതുപോലെ സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും നഷ്ടപ്പെട്ടും അതുപോലെ തന്നെ ബുദ്ധിമുട്ടി കഴിയുന്നവർക്കെല്ലാം കുറച്ചൊരു ആയാസം പെട്ടുന്ന ഒരു മാസമായിട്ട് മാറും. അതുപോലെ തന്നെ ഫെബ്രുവരി മാസത്തിനൊരു പ്രത്യേകത കൂടി എന്തെന്ന് വെച്ച് പറഞ്ഞാൽ, ഈ വർഷത്തെ ഫെബ്രുവരി മാസത്തിൽ 7 ആഴ്ച, അതായത് നമ്മൾ കണക്കാക്കുന്ന ഞായർ തൊട്ടിട്ട് തിങ്കൾ ചൊവ്വ അങ്ങനെ ശനിയാഴ്ചയാണ് 1-ാം തീയതി വരുന്നത്. ശനിയാഴ്ച തൊട്ട് ഞായറാഴ്ച വരയ്ക്കും 7, 4, 28 ദിവസങ്ങളുള്ളത്. അപ്പോൾ 7 ദിവസങ്ങൾ 7 ആഴ്ചയിൽ 4 ദിവസങ്ങൾ വെച്ച് 7, 4, 28 വരുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ 4-ന് പ്രാതിമുഖ്യമുള്ള ഒരു ഇതാണ് പറയുന്നത്. അതുപോലെ തന്നെ 4-ാം തീയതി ജനിക്കുന്നവർക്ക്, ഇംഗ്ലീഷ് തീയതി പ്രകാരം 4, 13, 22 എന്നീ രീതിയിൽ ജനിക്കുന്നവർക്ക് എല്ലാം ഗുണമേന്മയുള്ളൊരു മാസമായിട്ടാണ് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ഭവന സംബന്ധമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതൽ കാണുന്നുണ്ട്. അത് നേരത്തെ പറഞ്ഞാൽ ഭൂമി സംബന്ധമായിട്ടുള്ളതാണത്. അതിന് ഭവന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക്, അതായത് തൊഴിൽ വർക്ക് ചെയ്യുന്നവർക്കും ഭവന സംബന്ധമായിട്ട് ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അവനവന് ഭവനം വേണം എന്ന് ചിന്തിക്കുന്നവർക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി വരുവാനും, ചിരകാല സ്വപ്നമായിട്ടുള്ള ഒരു ഭവനം എന്ന് പറയുന്ന ഒരു സ്വപ്നം തന്നെയാണ്. അങ്ങനെയുള്ള സ്വപ്നങ്ങൾ പൂവണിയുവാനുള്ള സാധ്യതയും അതിനായിട്ട് മോടി പിടിക്കാനുള്ള സാധ്യത, അല്ലെങ്കിൽ അതിന് പുതിയതായിട്ട് ഭവനം നിർണ്ണയിക്കാനുള്ള സാധ്യത എന്നിവയെല്ലാം ഗുണപരമായി കണ്ട്, അതുപോലെ സയൻസ് സംബന്ധമായി സയൻസ് വിഷയത്തിൽ പഠിക്കുന്ന എല്ലാ വിഷയങ്ങളിൽ പഠിക്കുന്നവർക്കും ഗുണകരമായിട്ടുള്ളത് മേന്മയുള്ളൊരു മാസമായിട്ടാണ് കണക്കാക്കുന്നത്. ഗവേഷണം തൊട്ട് സയൻസ് പരമായിട്ടുള്ളത്, മെഡിക്കൽ സംബന്ധമായിട്ടുള്ളതും, മെഡിക്കൽ സ്റ്റുഡൻസ് തൊട്ടിട്ട് ഡോക്ടർമാർ, നഴ്സുമാർ എന്നീ വേണ്ട അലോപ്പതി ആയാലും ശരി, ആയുർവേദം ശരി, ഹോമിയോപ്പതിയാണ് ശരി, അങ്ങനെ മേഖലയിൽ പഠിക്കുന്നവർക്കെല്ലാം ഗുണകരമായിട്ടുള്ള കാര്യങ്ങളാണ് കാണുന്നത്. അതുപോലെ തന്നെ വാക്കുകൊണ്ട്
പ്രവർത്തിക്കുന്നവർക്ക്, വാക്കുകൊണ്ട് പ്രവർത്തിക്കുക എന്ന് വെച്ച് പറഞ്ഞാൽ വർത്തമാനം കൊണ്ട് ജീവിക്കുന്നവർക്കും ഉപജീവനമാർക്കും ജീവിക്കുന്നവർക്കും അതിൽ മേന്മ വക്കീലന്മാരൊക്കെ വായ സാമർത്ഥ്യം കൊണ്ടുള്ള ബുദ്ധിയും വചനം കൂടി ചേരുന്ന ഒരു സംഭവമായിട്ടാണ് വരുന്നത്. അവർക്കും ഗുണമേന്മയുള്ള ഒരു മാസമായിട്ടാണ് കാണുന്നുണ്ട്. ആരോഗ്യം വളരെ തൃപ്തികരമായിരിക്കും. രോഗശൈലിയുള്ളവർക്കെല്ലാം കുറച്ച് ആശ്വാസം കിട്ടുന്ന ഒരു സമയമായിട്ട് മാറുന്നുണ്ട്. അതുപോലെ തന്നെ ധൈര്യം, അതായത് ചോർന്നു പോയ ധൈര്യമെല്ലാം വീണ്ടെടുക്കുവാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. സഹോദര ബന്ധങ്ങൾ പുതിയ കൂട്ടുകെട്ടുകൾ മൂലം വഴിത്തിരിവുകൾ ഉണ്ടാകുന്ന ഒരു മാസം കൂടിയായിട്ടാണ് ഈ മാസത്തെ കണക്കാക്കേണ്ടത് എന്നാണ് പറയുന്നത്. സിനിമാ മേഖലയിൽ പഠിക്കുന്നവർക്കെല്ലാം വളരെ ഗുണകരമായിട്ടുള്ളൊരു മാസമായിട്ട് തന്നെ ഈ വർഷത്തെ പുതു സംരംഭത്തെ തുറക്കം കുറിക്കുക, പുതിയ ചിത്രീകരണം രൂപീകരിക്കാനും അല്ലെങ്കിൽ പുതിയ സിനിമ നിർമ്മിക്കുവാനും അല്ലെങ്കിൽ അതിൻ്റെ പൂജാതി കർമ്മങ്ങളെല്ലാം നടത്തുവാൻ വളരെ ഉത്തമകരമായിട്ടുള്ളൊരു മാസം കൂടിയാണ് ഫെബ്രുവരി മാസം എന്നാണ് പറയുന്നത്. അതുപോലെ ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഗുണാനുഭവങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടുവരുവാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. അതുപോലെ തന്നെയാണ് സർക്കാർ ജീവനക്കാർക്കും അതുപോലെ തന്നെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്കും അവരവൻ്റെ ഇമേജ് കാത്തുസൂക്ഷിക്കാനുള്ള വളരെ നയപരമായിട്ടുള്ള മേൽക്കോയ്മ കൊണ്ടിട്ടുള്ള ഒരു മാസം കൂടിയായിട്ടാണ് ഈ മാസം വരുന്നത്. അപ്പോൾ ഈ മാസം ഫെബ്രുവരി മാസം ചിങ്ങ രാശിക്കാർക്ക് പുറത്തുവരിക്കും. അതായത് അവർ ഈ കൂറുകാർക്ക് പൂര ഉത്തരത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗങ്ങൾ ചെയ്യുന്ന ചിങ്ങരാശിക്കാർക്ക് വളരെ ഗുണകരമായിട്ടുള്ളൊരു മാസം തന്നെയാണ് വരുന്നത്. അത് കാരണം ചെയ്യേണ്ട വഴിപാടുകളെല്ലാം ശനിക്ക് കണ്ടകശനി ഉള്ളത് കാരണം കൊണ്ട് കണ്ടകശനിക്കും വ്യാഴത്തിനും ചെയ്യേണ്ട പരിഹാരം ചെയ്തുകൊണ്ട് വന്നോളും. അപ്പോൾ കുറച്ചുകൂടി ഗുണമേന്മ ഉണ്ടാവും എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാത്ത പക്ഷവും ഗുണമേന്മ ഉണ്ടാവും. അതുകൂടി ചെയ്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഗുണമേന്മ ഉണ്ടാവും എന്നുള്ള പറയുന്നത്. നമസ്കാരം.